Hello students, welcome back to Bosco Campus Vision. In the last session we were dealing with the topic chart patterns. So in this session we are moving on to the third type of chart pattern, that is continuation pattern. So continuation pattern are certain patterns which tend to provide a breathing space to the earlier sharp rise or fall, and after the completion of the patterns the price tend to move along the original trend. These are formed during sideways movements of share prices and are called continuation patterns because they indicate a continuation of the trend prevailing before the formation of the pattern. യെസ്, അപ്പോൾ ഒരു അപ്വേർഡ് അല്ലെങ്കിൽ ഡൗൺവേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ് ആവാം. അത് കുറച്ച് മൂവ് ചെയ്ത് കഴിയുമ്പോൾ സൈഡ് വേസിൽ മൂവ് ചെയ്യാൻ തുടങ്ങും. ഒരു ബ്രീതിങ് സ്പേസ് കൊടുക്കും അതിൻ്റെ ആക്ച്വൽ മൂവ്മെൻറ്റിന്. സോ ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രെൻഡ് പെട്ടെന്ന് സൈഡ് വേസ് മൂവ് ചെയ്യുമ്പോൾ ചില പാറ്റേൺസ് ഉണ്ടാവും. അത്തരത്തിലുള്ള പാറ്റേൺസിനാണ് നമ്മൾ കണ്ടിന്യൂവേഷൻ പാറ്റേൺസ് എന്ന് പറയുന്നത്. ഇതിനെ കണ്ടിന്യൂവേഷൻ പാറ്റേൺ എന്ന് വിളിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ പാറ്റേണിൽ നിന്നും ബ്രേക്ക് ഔട്ട് ആയതിനു ശേഷം ആ പർട്ടിക്കുലർ ഡയറക്ഷൻ അല്ലെങ്കിൽ ട്രെൻഡ് ഈ പാറ്റേണിൽ നിന്നും ബ്രേക്ക് ഔട്ട് ആയതിനു ശേഷം മുമ്പ് എങ്ങനെയാണോ മൂവ് ചെയ്തിരുന്നത്, അപ്വേർഡ് ആണോ ഡൗൺവേർഡ് ആണോ മൂവ് ചെയ്തിരുന്നത്, അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് പിന്നെയും മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഒരു കണ്ടിന്യൂവേഷൻ ആണ് അവിടെ നടക്കുന്നത്. സോ ഒരു പർട്ടിക്കുലർ മൂവ്മെൻറ്റിലേക്ക് അല്ലെങ്കിൽ ഡയറക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ് കുറച്ച് പോയി കഴിയുമ്പോൾ ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റ്സ് ഒക്കർ ചെയ്യും. ആ സൈഡ് വേസ് മൂവ്മെൻറ്റ്സിൽ കുറച്ച് പാറ്റേൺസ് ഒക്കർ ചെയ്യും. ആ സമയം ആ ഡയറക്ഷനിലേക്ക് ഒരു ചെറിയ ഡീവിയേഷൻ ഉണ്ടാകും. അതിനുശേഷം ആ പാറ്റേണിൽ നിന്ന് ബ്രേക്ക് ഔട്ട് ആയതിനു ശേഷം മുമ്പ് എങ്ങനെയാണോ അത് മൂവ് ചെയ്തുകൊണ്ടിരുന്നത് അതേ ഡയറക്ഷനിലേക്ക് വീണ്ടും ആ ട്രെൻഡ് ഫോളോ ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഷെയറിൻ്റെ പ്രൈസ് ഡൗൺവേർഡ് ട്രെൻഡിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ കണ്ടിന്യൂവേഷൻ പാറ്റേൺസ് ഒക്കർ ചെയ്യുകയോ ഫോം ചെയ്യുകയോ ചെയ്താൽ വീണ്ടും അത് ആ പഴയ ട്രെൻഡിലാണ് ഫോളോ ചെയ്യുക എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ് ഈ കണ്ടിന്യൂവേഷൻ പാറ്റേൺസ് തരുന്നത്. സോ ഡൗൺവേർഡ് ട്രെൻഡ് ആണെങ്കിൽ ആ പ്രൈസസ് ഡൗൺവേർഡ് ട്രെൻഡിലേക്ക് തന്നെ പോകും എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ് ഈ കണ്ടിന്യൂവേഷൻ പാറ്റേൺസ് ഇടയ്ക്ക് ഫോം ചെയ്യുന്നത്. അപ്വേർഡ് ട്രെൻഡ് ആണെങ്കിൽ ഈ പാറ്റേൺസ് ഫോം ചെയ്തതിന് ശേഷം വീണ്ടും ആ ട്രെൻഡ് അപ്വേർഡിലേക്ക് തന്നെ പോകും എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ് ഈ കണ്ടിന്യൂവേഷൻ പാറ്റേൺസ് നൽകുന്നത്. ആൻഡ് ദ ത്രീ മെയിൻ കണ്ടിന്യൂവേഷൻ പാറ്റേൺസ് ആർ ട്രയാങ്കിൾ ഫോർമേഷൻസ്, ഫ്ലാഗ്സ് ആൻഡ് പെനൻസ്. സോ ട്രയാങ്കിൾസും ഫ്ലാഗ്സും പെനൻസുമാണ് മൂന്ന് മെയിൻ കണ്ടിന്യൂവേഷൻ പാറ്റേൺസ് എന്ന് പറയുന്നത്. സോ ദ ഫസ്റ്റ് വൺ ഇസ് ട്രയാങ്കിൾസ്. Triangles are the most popular among the continuation patterns. Triangles are formed when the price movement result in two or more consecutive descending tops and two or more consecutive ascending bottoms. The triangles become apparent on the chart when the consecutive tops and bottoms are joined by two straight lines. These lines are the upper and the lower trend. സോ കണ്ടിന്യൂവേഷൻ പാറ്റേൺസിൽ മോസ്റ്റ് പോപ്പുലർ ഫോം ഓഫ് പാറ്റേൺ ആണ് ട്രയാങ്കിൾസ് എന്ന് പറയുന്നത്. സോ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൈസ് ട്രെൻഡ് സൈഡ് വേ മൂവ്മെൻറ്റിലേക്ക് ഡീവിയേറ്റ് ചെയ്യും. അതിനുശേഷം മുമ്പത്തേക്കാൾ മേലോട്ട് നിൽക്കുന്ന രണ്ട് ബോട്ടംസും താഴേക്ക് നിൽക്കുന്ന രണ്ട് ടോപ്സും ഫോം ചെയ്യും. സോ ഈ ടോപ്സും ബോട്ടംസും നമ്മൾ രണ്ട് സ്ട്രെയിറ്റ് ലൈൻസ് വെച്ച് ജോയിൻ ചെയ്യുമ്പോൾ അവിടെ ഒരു ട്രയാങ്കിൾ ഫോർമേഷൻ ഉണ്ടാകും. ഈ ജോയിൻ ചെയ്യുന്ന രണ്ട് ലൈൻസിനെയും അപ്പർ ട്രെൻഡിനെയും ലോവർ ട്രെൻഡിനെയുമാണ് സിഗ്നിഫൈ ചെയ്യുന്നത്. സോ ഈ വരച്ച ട്രയാങ്കിൾ ഫോർമേഷൻ്റെ അകത്ത് വെച്ചിട്ട് ഈ പാറ്റേൺസ് അല്ലെങ്കിൽ മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് വ്യത്യാസമായിരിക്കും. നോർമലി സൈഡ് വേസിലായിരിക്കും അത് ആ പാറ്റേണിൻ്റെ അകത്ത് മൂവ് ചെയ്യുന്നത്. It may occur during a bull phase or bear phase, and it is generally seen that the volume diminishes during the movement within triangular pattern. ഇതൊരു ബുൾ ഫേസിലോ ബെയർ ഫേസിലോ ഒക്കർ ചെയ്യാം. പക്ഷേ മെയിനായിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ട്രയാങ്കുലർ പാറ്റേണിൻ്റെ അകത്ത് വെച്ചിട്ട് ട്രേഡിൻ്റെ വോളിയം ഡിമിനിഷ് ചെയ്യും അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യും. ആൻഡ് ദ ബ്രേക്ക് ഔട്ട് ഫ്രം ദ പാറ്റേൺ ഇസ് യൂഷ്വലി അക്കമ്പനൈഡ് ബൈ ഇൻക്രീസിങ് വോളിയം. സോ പാറ്റേണിൻ്റെ അകത്ത് വെച്ച് ട്രേഡിൻ്റെ വോളിയം കുറയുകയാണെങ്കിലും പാറ്റേൺ ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഹൈ വോളിയത്തിലേക്ക് ആ ഷെയറിൻ്റെ ട്രേഡ് മാറുകയും അതിൻ്റെ പഴയ ട്രെൻഡ് അല്ലെങ്കിൽ ഡയറക്ഷൻ മൂവ്മെൻറ്റ് അത് വീണ്ടെടുക്കുകയും ചെയ്യും. സോ ഇപ്പോൾ ഒരു ഡൗൺവേർഡ് മൂവ്മെൻറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡ് ആണെങ്കിൽ ഇടയ്ക്ക് വെച്ചിട്ട് ഈ ട്രയാങ്കിൾ ഫോർമേഷൻ ഉണ്ടായാൽ അതിൻ്റെ അർത്ഥം അത് വീണ്ടും ഡൗൺവേർഡ് ട്രെൻഡിലേക്ക് തന്നെയാണ് പോവുക എന്നതാണ്. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് എ ട്രയാങ്കിൾ ഫോർമേഷൻ. Next is flags and pennants. These are considered to be very reliable continuation patterns. They represent a brief pause in a fast moving market. They occur midway between a sharp rise or a steep fall in price.
സോ വളരെ വിശ്വസനീയമായ ഒരു കണ്ടിന്യൂവേഷൻ പാറ്റേൺ ആയിട്ടാണ് ഫ്ലാഗ്സിനെയും പെനൻസിനെയും കൺസിഡർ ചെയ്യുന്നത്. ഒരു ഫാസ്റ്റ് മൂവിങ് മാർക്കറ്റിൽ ഉണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന ഒരു നിശ്ചലതയാണ് ഫ്ലാഗ്സ് ആൻഡ് പെനൻസ് സൂചിപ്പിക്കുന്നത്. ഒരു ഷെയർ പ്രൈസ് ഷാർപ്പ് റൈസിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഷെയർ പ്രൈസ് പെട്ടെന്ന് ഇടിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴോ ആണ് ഈ രണ്ട് പാറ്റേൺസും ഒക്കർ ചെയ്യുന്നത്. So the first one is flags. The flag formation looks like a parallelogram with the two trend lines forming two parallel lines. The volume of trading is expected to fall during the formation of the flag and again pick up on breaking out from the pattern. സോ ഇവിടെ ട്രയാങ്കിൾസിലായാലും ഫ്ലാഗ്സിലായാലും പെനൻസിലായാലും നടക്കുന്ന സംഭവങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും, ഇടയ്ക്ക് വെച്ച് ഈ ഫോർമേഷൻസ് ഉണ്ടാവും, അതിനുശേഷം വീണ്ടും ആ ഫോമർ ഡയറക്ഷൻ പിക്കപ്പ് ചെയ്ത് വീണ്ടും അങ്ങനെ തന്നെ മൂവ് ചെയ്യാൻ തുടങ്ങും. പക്ഷേ ഇവിടെ ഉണ്ടാകുന്ന ഫോർമേഷൻസിലാണ് വ്യത്യാസം. നേരത്തെ ട്രയാങ്കിൾ ഷേപ്പിലാണ് ഫോർമേഷൻ ഉണ്ടായതെങ്കിൽ ഇവിടെ ഒരു ഫ്ലാഗ് മോഡലാണ്. ടു പാരലൽ ലൈൻസ് ആണ് ഫോം ചെയ്ത് ഒരു ഫ്ലാഗ് മോഡലിലാണ് ഇവിടെ ഒരു ഫോർമേഷൻ ഉണ്ടാകുന്നത്. നേരത്തെ ട്രയാങ്കിളിൽ പറഞ്ഞതുപോലെ തന്നെ വോളിയത്തിൻ്റെ കാര്യം, ഇവിടെ ഫോർമേഷൻ ഉണ്ടാകുന്ന സമയത്ത് ട്രേഡിങ്ങിൻ്റെ വോളിയം എന്ന് പറയുന്നത് റിഡ്യൂസ് ചെയ്യും. അതിനുശേഷം പാറ്റേണിൽ നിന്ന് ബ്രേക്ക് ഔട്ട് ആയതിനു ശേഷം ഒരു ഹൈ വോളിയത്തിലേക്ക് അത് മാറുകയും ചെയ്യും. So this is all about a flag formation. And next is pennants. The pennant formation looked like a symmetrical triangle. The upward trend line formed by connecting the two top stoops downwards, whereas the lower trend line formed by connecting the bottom rises upwards. The pennant is formed midway between either a bullish or a bearish trend and signals the continuation of the same trend. The breakout from the pattern is marked by increased volume of trade. സോ ട്രയാങ്കിൾസിലും ഫ്ലാഗ്സിലും പറഞ്ഞ സെയിം കാര്യം തന്നെയാണ് പെനൻസിലും നടക്കുന്നത്. ഫോർമേഷൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഇവിടെ വ്യത്യാസം വരുന്നത്. ഇവിടെയുള്ള ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ ഫോർമേഷനാണ്. താഴോട്ട് വരുന്ന ടോപ്സും മുകളിലോട്ട് പോകുന്ന ബോട്ടംസും കണക്ട് ചെയ്തുകൊണ്ട് ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ ഫോം ചെയ്തുകൊണ്ടാണ് പെനൻസ് ഒക്കർ ചെയ്യുന്നത്. ട്രേഡ് വോളിയത്തിൻ്റെ കാര്യവും നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. പാറ്റേൺ ബ്രേക്ക് ചെയ്യുമ്പം വോളിയം ഇൻക്രീസ് ആവും, പാറ്റേണിൻ്റെ അകത്ത് വെച്ച് വോളിയം കുറവായിരിക്കും. So these are the three main types of continuation patterns. Next we will have a look into the term volume of trade. So നമ്മൾ ഈ പാറ്റേൺ ഫോർമേഷൻ്റെ ഇടയ്ക്കൊക്കെ ട്രേഡിൻ്റെ വോളിയത്തിൻ്റെ കാര്യത്തിൽ പറ്റി പറയുന്നുണ്ടായിരുന്നു. പാറ്റേൺ ഫോം ചെയ്യുമ്പോൾ വോളിയം കുറയുന്നു, പാറ്റേൺ ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ വോളിയം കൂടുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. So what do you mean by volume of trade? It is the total quantity of shares or contracts traded for a specified security during a trading day. സോ ഒരു ട്രേഡിംഗ് ഡേയിൽ ഒരു പർട്ടിക്കുലർ സെക്യൂരിറ്റിയുടെ ഷെയർ എത്രത്തോളം ട്രേഡ് ചെയ്തു അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റിയാണ് ട്രേഡ് ചെയ്യപ്പെട്ടത് എന്നതാണ് വോളിയം ഓഫ് ട്രേഡ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഒരു കമ്പനിയുടെ 5 രൂപ വരുന്ന 1000 ഷെയർസാണ് ഒരു ദിവസം ട്രേഡ് ചെയ്തതെങ്കിൽ 5000 രൂപയാണ് അതിൻ്റെ ട്രേഡ് വോളിയം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഷെയർ വാല്യൂ ഇൻറ്റു ദ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ട്രേഡഡ്. അതാണ് വോളിയം ഓഫ് ട്രേഡ് എന്ന് പറയുന്നത്. ആൻഡ് ഡൗ ഹാവ് ഗിവൺ സ്പെഷ്യൽ എംഫസിസ് ഓൺ വോളിയംസ്. ടെക്നിക്കൽ അനാലിസ്റ്റ് സീ ട്രേഡിംഗ് വോളിയം ആസ് ആൻ എക്സലൻറ്റ് മെത്തേഡ് ഓഫ് കൺഫേമിംഗ് ട്രെൻഡ്സ്. സോ ഡൗ തിയറി ഡെവലപ്പ് ചെയ്ത ചാൾസ് എച്ച് ഡൗവും ഈ വോളിയത്തിന് ഒരു ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ടെക്നിക്കൽ അനലിസ്റ്റും അപ്കമ്മിങ് ട്രെൻഡ്സ് കൺഫേം ചെയ്യാനുള്ള ഒരു എക്സലൻറ്റ് മെത്തേഡായിട്ടാണ് ഈ ട്രേഡിംഗ് വോളിയത്തിനെ കാണുന്നത്. And the various indications of volumes are a big rise or fall in price lead to a big change in volume. സോ പ്രൈസ് റൈസ് ചെയ്യുമ്പോഴോ ഫോളോ ചെയ്യുമ്പോഴോ അതിൻ്റെ ഒരു എഫക്റ്റ് വോളിയത്തിലും കാണാനായിട്ട് നമുക്ക് സാധിക്കും. എ ലാർജ് വോളിയം വിത്ത് എ റൈസ് ഇൻ പ്രൈസ് ഇൻഡിക്കേറ്റ്സ് എ ബുൾ മാർക്കറ്റ് ആൻഡ് എ ലാർജ് വിത്ത് എ ഫോൾ ഇൻ പ്രൈസ് ഇൻഡിക്കേറ്റ്സ് എ ബെയർ മാർക്കറ്റ്. സോ പ്രൈസ് റൈസ് ചെയ്യുമ്പോൾ ഒരു ലാർജ് വോളിയം ഒക്കർ ചെയ്യണമെങ്കിൽ അതൊരു ബുൾ മാർക്കറ്റിനെയും, പ്രൈസ് ഫോളോ ചെയ്യുമ്പോൾ ഒരു ലാർജ് വോളിയം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ബെയർ മാർക്കറ്റിനെയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇഫ് ദ വോളിയം ഡിക്ലൈൻ ഫോർ 5 consecutive days ആൻഡ് ഇറ്റ് വിൽ കണ്ടിന്യൂ ഫോർ അനദർ 4 days ആൻഡ് ദ സെയിം ഇസ് ട്രൂ ഇൻ കേസ് ഓഫ് ഇൻക്രീസിങ് വോളിയം. സോ തുടർച്ചയായ 5 ദിവസം വോളിയം ഡിക്ലൈൻ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഇനി ഒരു 4 ദിവസം കൂടി അതേപോലെ വോളിയം ഡിക്ലൈൻ ചെയ്ത് പോകും. ഇനി 5 ദിവസം വോളിയം ഇൻക്രീസ് ആയി നിൽക്കുകയാണെങ്കിൽ തുടർച്ചയായ 4 ദിവസവും അത് ഇൻക്രീസ് ആകുക തന്നെ ചെയ്യും. So these are the main indications regarding volume of trade. Next we have the confirmations done by technical analyst through volume of trade. So firstly, volume helps in confirming trends. Movement in either direction followed by high volumes are a strong signal of trend reversals. If a rise in price is not followed by heavy volume of trade, it indicates that the market is not interested in upward movement.
സോ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ പ്രൈസ് റൈസ് ചെയ്യുമ്പോൾ വോളിയവും അതിനൊപ്പം തന്നെ റൈസ് ചെയ്ത് ഹൈ ആവുകയാണെങ്കിൽ അതൊരു ബുൾ മാർക്കറ്റിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ബുൾ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അപ്വേർഡ് ട്രെൻഡിനെ. ബട്ട് ഇൻ കേസ് പ്രൈസ് റൈസ് ചെയ്തിട്ട് വോളിയം റൈസ് ചെയ്യാതെ ഇരുന്നാൽ, ബയേഴ്സ് വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്തെങ്കിലല്ലേ വോളിയവും ഇൻക്രീസ് ആവുള്ളൂ. അപ്പോൾ അവർ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിന് അപ്വേർഡ് മൂവ്മെൻറ്റിന് താല്പര്യമില്ല എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. സോ ഡയറക്റ്റ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ട്രെൻഡ് റിവേഴ്സലാണ് അവിടെ സൂചിപ്പിക്കുന്നത്. സോ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ച് വോളിയം മൂവ് ചെയ്തില്ലെങ്കിൽ അതൊരു ട്രെൻഡ് റിവേഴ്സലാണ് അവിടെ സൂചിപ്പിക്കുന്നത്. സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഇസ് സെഡ് ദാറ്റ് വോളിയം ഹെൽപ്സ് ഇൻ കൺഫേമിംഗ് ദ ട്രെൻഡ്സ്. Next is volume confirm chart patterns. Patterns such as inverted V, head and shoulders, triangles are confirmed with volumes. If the volume does not accord with the trend reversals indicated by the chart pattern, the signal formed by the pattern is considered weak. സോ നമ്മൾ ഈ പാറ്റേൺസിൻ്റെ ഇടയ്ക്കൊക്കെ വോളിയത്തിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ ഈ പാറ്റേൺ മൂവ് ചെയ്യുന്ന അനുസരിച്ച് വോളിയവും ചേഞ്ച് ആയില്ലെങ്കിൽ ആ പാറ്റേൺ ഫോർമേഷൻ വീക്കായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു പാറ്റേൺ ഫോം ചെയ്യുമ്പോൾ വോളിയം ഓട്ടോമാറ്റിക്കലി റെഡ്യൂസ് ചെയ്യും, പാറ്റേണിൽ നിന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ വോളിയം ഇൻക്രീസ് ആവുകയും ചെയ്യുന്നു. അങ്ങനെയല്ല ഒക്കർ ചെയ്യുന്നതെങ്കിൽ ആ ഒരു പാറ്റേൺ ഫോർമേഷന് വലിയ പ്രസക്തി കൊടുക്കില്ല, അതൊരു വീക്ക് പാറ്റേൺ ആയിട്ടേ നമ്മൾ കൺസിഡർ ചെയ്യത്തുള്ളൂ. സോ വോളിയം ഓൾസോ ഹെൽപ്സ് ഇൻ കൺഫേമിംഗ് ദ ചാർട്ട് പാറ്റേൺസ്. Next is volume leads price movements. Volume precedes price changes. If volume decline in an uptrend, it signals that the upward trend is about to end. സോ അത് നമ്മൾ ട്രെൻഡ് കൺഫേം ചെയ്യുന്ന അടുത്ത് പറഞ്ഞ പോലത്തെ സെയിം ഒരു സിറ്റുവേഷൻ ആണ്. പ്രൈസ് മൂവ്മെൻറ്റ്സിനെ പ്രൊസീഡ് ചെയ്യും വോളിയം. അതായത് പ്രൈസിൽ ചേഞ്ച് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ വോളിയം വെച്ചിട്ട് നമുക്ക് ആ ഒരു ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ പ്രൈസ് റൈസ് ചെയ്യുമ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്താലേ അതൊരു ബുള്ളിഷ് ട്രെൻഡിലേക്ക് പോവുള്ളൂ. ഇപ്പോൾ പ്രൈസ് റൈസ് ചെയ്യുമ്പോൾ വോളിയം റൈസ് ചെയ്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കും? പ്രൈസ് ഫോളോ ചെയ്യും, അതൊരു ഡൗൺവേർഡ് ട്രെൻഡിലേക്ക് പോകും. അതുകൊണ്ട് പ്രൈസ് മൂവ്മെൻറ്റ്സ് വോളിയത്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വോളിയം ലീഡ്സ് ദ പ്രൈസ് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. So these are the main confirmation done in technical analysis through volume. So in this session we discussed about continuation patterns and the 3 types of continuation patterns, meaning of volume of trade and the confirmation done through volume of trade. Hope all are clear with the topic. Thank you.